ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻപുട്ട് ഫോമിക് കൺട്രോൾ ഡോട്ട് ജെ എസ് അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് ഫോമിൻ്റെ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ഏരിയ ഫോമിക് കൺട്രോൾ. അപ്പോൾ നമുക്ക് കമൻസ് കൂടെ കോണ്ടാക്ട് ഡോട്ട് ജെ എസ് എക്സിൽ നമ്മൾ കണ്ട കമൻസ് കൂടെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഏരിയ, ഞാൻ എപ്പോഴും ഈ ക്യാപ്സ് അടിക്കാൻ മറന്നു, ഡോട്ട് ജെ എസ് RAFCE ഇതിനകത്ത് നമ്മൾ പ്രോപ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്സ് ആയിട്ട് വരുന്നത് നമുക്ക് നേരത്തെ ഇൻപുട്ട് വേനകത്ത് നമ്മൾ ചെയ്തതുപോലെ തന്നെ നെയിം, ഡീസ്ട്രക്ട് ചെയ്തെടുക്കുന്ന നെയിം, ലേബല്, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് അത്രയും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രോപ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഡെവിനകത്ത് നമ്മൾ ക്ലാസ് നെയിം ഈക്വൽ ടു ഫോം കൺട്രോൾ എടുക്കുക. ക്ലാസ് നെയിം ഈക്വൽ ടു ഫോം കൺട്രോൾ എടുത്തിട്ട് ലേബലിനെടുത്തിട്ട് HTML4 നെയിം, ലേബൽ ഫീൽഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ ഇൻപുട്ട് ടീമിൽ ചെയ്ത അതേ സംഭവം തന്നെ ഫീൽഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഏരിയ, ID ഈക്വൽ നെയിം 1 2 3 റെസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഏരിയ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ എറർ മെസ്സേജ് കമ്പോണന്റ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. എറർ മെസ്സേജ് നെയിം ഈക്വൽ ടു ന്യൂ, component equal to dev. ഇത്ര എഴുതുമ്പോഴത്തേക്കും ടെക്സ്റ്റ് ഏരിയ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കമ്മിങ് ബാക്ക്, ഈ ടെക്സ്റ്റ് ഏരിയ കമ്പോണന്റിനെ നമ്മൾ ഫോം കൺട്രോൾ ജെ എസിൽ പോയിട്ട് നമ്മൾ റിട്ടേൺ ടെക്സ്റ്റ് ഏരിയ റിട്ടേൺ ചെയ്യണം. ടെക്സ്റ്റ് ഏരിയ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ടിനകത്ത് ചെയ്തതുപോലെ ടെക്സ്റ്റ് ഏരിയയിലാകുന്ന ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ കമ്പോണൻസ് നമ്മൾ പാസ് ചെയ്യണം. എറർ മെസ്സേജ് ഇസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഏരിയ ഡോട്ട് ജെ എസിനകത്ത് എറർ മെസ്സേജ് വന്നിട്ട് ഫീൽഡും ഫോം കൺട്രോൾ എടുത്തു. ഇനി ഫോം കൺട്രോൾ ആ ടെക്സ്റ്റ് ഏരിയ എടുത്തു. ഇനി നമ്മൾ ഫോമിൽ കണ്ടെയ്നർ ഡോട്ട് കണ്ടെയ്നറിനകത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ കോണ്ടാക്ട് ഡോട്ട് SJSനകത്ത് എന്തായിരുന്നു ആഡ് ചെയ്തിരുന്നത്? കമൻസ് ആണ് ആഡ് ചെയ്തത്. സോ വി വിൽ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ടേക്ക് ദ കമൻസ് as such from contact. ആ ഒരു as such from yep.string required minimum is 10, minimum 10 characters, maximum of 20 characters, whatever it is, നമ്മൾ അത് as such എടുത്ത് ഫോമിൽ കമൻസിൽ വന്നിട്ട് ഫോമിൽ കമൻസ് ഈക്വൽസ് ടു കമൻസ് ഒന്നും ആഡ് ചെയ്യാതിട്ടേക്കാം. അപ്പോൾ കമൻസ് ആഡ് ആയി. ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഫോം കൺട്രോൾ ഈക്വൽ ടു ഇമെയിൽ എടുത്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ റൈറ്റിംഗ് അനദർ ഫോം കൺട്രോൾ
control equal to text area. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോം കൺട്രോൾ ഡോട്ട് ജെഎസിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ഏരിയ കൊടുത്തിരിക്കുന്നത് സ്മോൾ ലെറ്റർ ടി ആണ്. സെയിം തന്നെ വാല്യൂ തന്നെ ഇവിടെയും കൊടുക്കണം, അല്ലെങ്കിൽ റിട്ടേൺ അടിക്കുന്ന നള്ളായിരിക്കും. നെയിം ഈക്വൽ ടു കമൻസ്. Type equal to text area. Type equal to text. Label equal to comments. നോക്കേണ്ട കാര്യം ഈ നെയിം ഈക്വൽ ടു കമൻസും നമ്മൾ ഇവിടെ ഫോമിൽ ഇനിഷ്യൽ വാല്യൂസിനകത്തും അതുപോലെ തന്നെ വാലിഡേഷൻ സ്കീമയിൽ കൊടുത്ത കമൻസും ഒരേ വാല്യൂ ആണ് നോക്കുക. അതിനുശേഷം ഇവിടെ വന്നിരുമ്പോൾ യു ക്യാൻ സി കമൻസ്. പക്ഷെ കമൻസിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ വന്നിരിക്കുന്നത്. ലെറ്റ് സി വാട്ട് വെൻ റോങ്. അപ്പം ഇവിടെ കമൻസ് ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത ദിസ് മച്ച് ഇസ് കറക്റ്റ്. ഈ ടെക്സ്റ്റ് വേണ്ടാന്നുണ്ട്. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നമ്മൾ കമൻസിൽ എഴുതിയിട്ടുണ്ടോ? ആ കോണ്ടാക്ട്സ് ഡോട്ട് ജെഎസിനകത്ത് കമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം രൂപം കിട്ടും. ലെറ്റ് മി ചെക്ക് ദാറ്റ്. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഏരിയ കൊടുത്തുകൊണ്ട് പ്രശ്നമില്ലല്ലോ. As is equal to text area. As equal to text area. Name equal to name. അത് കഴിഞ്ഞു. പിന്നെ ഫോമിൽ കണ്ടെയ്നറിനകത്ത് വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ. Entering comments F12, press submit, entering comments. അത് നമ്മുടെ ടെക്സ്റ്റ് ഏരിയ നല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അടുത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്യുന്നത് സെലക്ട് ആണ്. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ, നിങ്ങൾക്ക് ഇതിന്റെ ഇംപ്രൂവ്മെന്റ് കമന്റ്സ് എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും ഒന്നുകൂടെ കമന്റ്സ് ഇടണമെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു.